ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൊല്ലത്ത് മന്ത്രവാദത്തിനിടെ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വ്യാജതന്ത്രി പിടിയിലായി. VS രാജൻ ബാബുവാണ് പിടിയിലായത്. പ്രതിയെ ഹോട്ടലിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മലപ്പുറം കത്തി അമ്പും വില്ലും മെഷീൻ കണ്ണ് ഒടുക്കം പവനായി ശവമായി. വന്ന് കയറിയപ്പോൾ എന്നായിരുന്നു കിടന്ന് പറഞ്ഞ് ഞാൻ ഒരു വേദി വിളിച്ചുകൂട്ട് നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നിട്ട് വേദി വിളിച്ചുകൂട്ട് ഞാൻ സ്വർണം കട്ടവനായിരുന്നു, ഞാൻ കണ്ടുപിടിച്ച് തരാം, കണ്ടുപിടിച്ച് തരാം, ഞാൻ ശാസ്ത്രജ്ഞന്മാർക്ക് ചന്ദ്രനിൽ പോകാൻ ഞാനാ പറഞ്ഞു കൊടുത്തേ. അങ്ങ് തള്ളി അപ്പോൾ ഒരു പരുവായി. തള്ളിക്കൊണ്ടിരുന്ന മനുഷ്യനാ അങ്ങനെ ഏറിപ്പോയി ഒറ്റ വിടൽ താഴേക്ക് തീർന്നു. ഇതിങ്ങേരെ കുറിച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ മുരാരി തന്ത്രി ഇന്നലെ വളരെ ഒരു എന്താ പറയുക, വളരെ ക്രൂരമായിട്ടുള്ള ഇയാളുടെ ഉള്ളിലുള്ള മൃഗം പുറത്തേക്ക് ചാടി. ഒരു പെൺകുട്ടിയെ വാതിൽ ഒഴിപ്പിക്കാനാന്ന് പറഞ്ഞ് വീട്ടിലെങ്ങാണ്ട് വിളിച്ചു വരുത്തി ആ കുട്ടിയെ കയറി മർദ്ദിച്ച് കുട്ടീനെ ഒന്ന് പീഡിപ്പിക്കാൻ നോക്കി. ആ കുട്ടി അത് വഴങ്ങില്ലെന്ന് കണ്ട് ഇപ്പോൾ മർദ്ദനം ഒക്കെ ചെയ്ത് ഇപ്പോൾ പുള്ളി പിടിയിലായി. നല്ല പെരുമാറി അവിടെ നിന്നിട്ട് ഇറങ്ങി ഓടിയെന്നാണ് പറഞ്ഞത്. വേറെ പെൺകുട്ടി ഒച്ചോടെ ആ പുറം വഴി ഇറങ്ങി ഓടി. അന്നാ നമ്മൾ തമ്മിലെ പരിപാടിക്കകത്ത് പുള്ളിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം പുള്ളിയോട് തലയിൽ ഇങ്ങനെ ചെത്തിപ്പൂ ഇട്ട് വെച്ചേക്കുക. കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ നിന്ന് നിന്നിരുന്നെങ്കിലുണ്ടല്ലോ നാട്ടുകാർ പിടിച്ച് തല്ലി കൊന്നിട്ട് വായിൽ ചെമ്പരത്തിപ്പൂ അരിയും കൂടെ ചേർത്ത് വാഴക്കരി ഇട്ടേനെ ആൾക്കാർ. ഈ മാതിരിയുള്ള തന്തകൾ ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്ന് സഹോദരിമാരെ അല്ല സഹോദരന്മാരെ, എൻ്റെ നാട്ടുകാരെ എല്ലാവരും ആരായിരുന്നാലും നിങ്ങൾ ആരും ഇതുപോലെ കിടന്ന് വലിയ രീതിയിൽ ബാധ ഒഴിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പൈസയോ നിങ്ങളുടെ മക്കളെ കൊണ്ടുവിടരുത്. ഒന്ന് ഈ കാമം കാശ് ഈ രണ്ടെണ്ണമാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ഉത്തരേന്ത്യയിലൊക്കെയാണ് ഇപ്പോൾ സംഭവം. ഇപ്പോൾ കേരളത്തിലും വന്നേക്കുക. ഇയാളുടെ ഒരു വന്ന ഇടയ്ക്ക് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. വന്ന ഇടയ്ക്ക് ഏറ്റവും പുള്ളി വൈറലാവുന്ന ഏതിനാണെന്നറിയുമോ? മറ്റേ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പുള്ളി ഓരോന്നും വെച്ച് ഗണിച്ച് പറഞ്ഞ് കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കും. അതിലവിടെ ഒരു ഡൗട്ടുണ്ട്. അത് എന്തായാലും ആയിക്കോട്ടെ, കുട്ടിക്ക് ഒരു പോറലും പറ്റിയില്ല. ദൈവാധീനം കൊണ്ട് ആ കുട്ടിയെ തിരിച്ച് കിട്ടി. അത് പോട്ടെ. അത് കഴിഞ്ഞ് പുള്ളി അർജുൻ്റെ കേസ് വന്നു. മണ്ണിടിച്ചിലും മരിച്ച അർജുൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്നതൊരു രീതിയിലുണ്ട്, അർജുനെ കണ്ടുകിട്ടും. പക്ഷെ അത് പാളിപ്പോയി. അത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ നമുക്ക് ജീവനോടെ കിട്ടിയില്ല, മരിച്ചുപോയി. അന്നേരം തൊട്ട് ഇയാൾ തട്ടിപ്പോയി. പിന്നെ ഇയാൾ തൊലിഞ്ഞിടന്ന് റീൽസ് ചെയ്യാൻ തുടങ്ങി. കിടന്ന് റീൽസ് ചെയ്യുമ്പോൾ എന്തോ ആക്കാന്ന് മൊബൈൽ തിന്നണ പോലെയൊക്കെ കിടന്ന്. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു. മൊബൈൽ കിടന്ന് തിന്നുവന്ന പോലെ തിന്നാനേ ആർത്തി കാണിക്കില്ലേ? ഈ പശുക്കൾ കിടന്നിങ്ങനെ എന്തെങ്കിലും നമ്മൾ തീറ്റ സാധനം കൊടുക്കുമ്പോൾ ഇങ്ങനെ വാങ്ങുകൊണ്ട് കാണിക്കില്ലേ? ആ മാതിരി കാട്ടായൊക്കെയാണ് പുള്ളി റീലിരുന്ന് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് അവസാനം ഇയാൾക്ക് ഭയങ്കര അന്നേരം മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര വിശ്വാസമായി ആൾക്കാർക്ക്. കറക്റ്റ് എന്തോ ലക്കിന് കൊണ്ടുപോയി ചെയ്തതാണ്, അല്ലെങ്കിൽ അവർ കാശ് കൊടുത്താണ്. അതെന്തായാലും അറിയേണ്ട കാര്യമല്ല. ആ കൊച്ചിനെ തിരിച്ചു കിട്ടി. അന്ന് തൊട്ട് പുള്ളി ഇച്ചിരി ഫേമസ് ആയത്. അപ്പോൾ പുള്ളിക്ക് ഇപ്പം എന്തെങ്കിലും രീതിയിൽ നടക്കണേ, എന്തെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പുള്ളി ഒരു രീതിയിലങ്ങ് പറയും. ഒരു കറക്കി കുത്തുന്ന വേണമെങ്കിൽ പറയാം. ആ രീതിയിലൊക്കെ പറയും. അപ്പോൾ ഓൾറെഡി അയാളിൽ അട്രാക്റ്റ് ആവും. അപ്പോൾ ഇപ്പോഴും കണ്ടമാനം അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതൊരു തെളിവാണ് ആ അമ്മയും മോളും. എന്തെങ്കിലും ബാധ ഒഴിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോകാം. അവരുടെ മനസ്സിൻ്റെ രീതിയൊക്കെ ആയിരിക്കും താളം തെറ്റി പോണേയായിരിക്കും. അത് ഈ മാതിരി മന്ത്രവാദികളുടെ അടുത്തൊന്നും കൊണ്ടുപോകരുത്. ഒരു മന്ത്രവാദി തന്ത്രികൾക്കൊക്കെ ഇപ്പോൾ നല്ല സീസണാണ്. ഒരാളിപ്പോൾ സ്വർണ്ണം കെട്ടിന് ജയിലിൽ കിടക്കുന്നുണ്ട്. അടുത്തത് പുള്ളിയൊന്ന് പീഡന കേസിൽ മുരാരി പുള്ളികളെ മൂരി എന്ന് വേണമെങ്കിൽ വിടാം. പിന്നെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ബന്ധുക്കൾ, അതായത് ഒരു ബന്ധു, പെൺകുട്ടിയുടെ ബന്ധു ഒരു റിബിലിന് കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഉണ്ട്. അത് നമുക്ക് കേട്ടിട്ട് വരാം. ബാധയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ തനിച്ച് ഒരു പൂജയിൽ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു. ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ പുറത്തിരിക്കുകയും ഈ പെൺകുട്ടി അകത്ത് കയറുകയുണ്ടായി. ഇപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. ഈ
കയറി പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ ഇയാൾ എത്തിക്കുകയാണ് ഉണ്ടായത്. എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക. പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരണത്താണ് ഇദ്ദേഹം ആദ്യം അടിക്കുന്നത്. ആ കുട്ടിയുടെ ദേഹം മുറിയുകയും ആ ബ്ലഡ് ആ ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മളതിലുണ്ട്. ഇദ്ദേഹം പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാ, പെൺകുട്ടിയെ തുടരരുത്, ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണ്, നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധ കയറുമെന്നും പറഞ്ഞിട്ട് ഈ അമ്മയും കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇദ്ദേഹത്തിന് ഈ പ്രശ്നം വഷളാവുമെന്ന് കരുതിയിട്ട് ഇദ്ദേഹം ഇത്ര ഒരു കാമഭ്രാന്തനാ. ഇയാൾക്ക് 2 ഭാര്യയാണോ എന്താണോ കൂടെയുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ എന്തെങ്കിലും സൂക്കേട് വേണ്ടി അവരുടെ നേരത്തേക്ക് കാണിക്കും. ആ പെങ്കൊച്ചിന് ഉടുപ്പ് അടിച്ചിട്ടിട്ട് അടിക്കാൻ പറഞ്ഞു. അത് കിട്ടിയില്ലെന്ന് പറഞ്ഞു മോന്തക്കിട്ട് ഒറ്റയടി. എനിക്ക് അവിടെ നിൽക്കണമായിരുന്നു. ആ പുള്ളി അവിടെ പെട്ടുപോയി. ആ നാട്ടുകാർ തല്ലി കൊല്ലണം. ഇതുപോലുള്ളതിനെ ആൾക്കൂട്ടം ആക്രമിക്കുന്ന ഇതുപോലുള്ള തട്ടിപ്പ് പീഡനം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനത്തെ വ്യാജതന്ത്രിമാരെയൊക്കെ ആൾക്കാർ തല്ലി കൊല്ലണം. ആൾക്കൂട്ട വിചാരണ ശരിക്കും വേണം. അല്ലാതെ അട്ടപ്പാടി മുതൽ പാവങ്ങളെ വെച്ച് ചെയ്യരുത്. പാവങ്ങളെ പോലെയല്ല. ഇവനെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിന്നാൻ കിട്ടും. ഇഷ്ടാനം വെട്ടി വിടാനുള്ള സാധനം കിട്ടും. അന്ന് അവിടെ പുള്ളി ആ വാതിൽ അവിടെ പിടിക്കപ്പെട്ട നാട്ടുകാർ 4 കൈ വീക്ക് വീഴ്ച വീക്കണമായിരുന്നു. എന്നാലും ഇവൻ്റെ സൂക്കേട് മാറാം. കണ്ട് ഇവർക്ക് 2 സ്ത്രീകളുണ്ട്. സ്ത്രീകൾ ആ അമ്മേനെ പിടിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ചാനൽ ന്യൂസിൻ്റെ ബാക്കി പറയുന്നുണ്ട് അമ്മേനെ പിടിച്ചിട്ടുണ്ട്. അത് അമ്മയാണോ ഭാര്യയാണോ എന്നറിയില്ല പുള്ളിയുടെ. ചിലപ്പോൾ ഇവരുടെ കൂടെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഈ ഒന്നാമത് തന്നെ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇപ്പോൾ നമ്മുടെ അല്ലു അർജുൻ്റെ ഗജമുഖി ഇതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാവരും ഇപ്പോൾ എന്താ മാജിക്കിന് പറയുകയാണ്. അതിനാ ആ മാജിക്കിന് പറയുകയാണ് എല്ലാവരും. ഇപ്പോൾ ലോജിക്ക് നോക്കാതെ മാജിക്കിന് പറയുകയാണ്. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകളെക്കാൾ കൂടുതൽ ഇവിടെ സന്യാസിമാരും കൂടുന്നതെന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഏകദേശം ഇയാളുടെ കാര്യത്തിൽ വെച്ചാൽ കറക്റ്റാണ്. ആ കുട്ടീനെ വല്ല മെൻ്റൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലോ കൗൺസിലിംഗ് കൊടുത്ത ഭേദമാകുന്നേ ഉള്ളൂ. ഇതുപോലുള്ള തന്ത്രിമാരെ ഇട്ടത്ത് കൊണ്ടുവരുത്. ഒന്നെങ്കിൽ ഇവർ 2 കാര്യം, ഒന്ന് കാശ്, ഒന്ന് കാമം. ഇത് മെയിൻ പരിപാടി ഇവരുടെ. എനിക്ക് പിടിച്ച് പൊട്ടിക്കലാണ്. ഇവർ സ്ഥാപനങ്ങൾ അടിച്ച് കൂട്ടണം. അന്ന് ഒരു പിറ്റേ ദിവസം വിളിച്ച് ഒരു 10-20 മൊബൈലുണ്ട്. പിന്നെ ഒരു റീലിനകത്ത് കണ്ട് പുള്ളി ഒരു മദ്യപാനിയെ കണ്ടാകും. ഒരു ഷെൽഫ് നിറച്ച് മദ്യം. അത് അയാളുടെ പേഴ്സണൽ കാര്യം. പക്ഷെ എന്തെന്ന് വെച്ച് തോന്നിയ ദിവസം കാണിക്കാതിരിക്കരുത്. ഇനിയിപ്പോൾ പുള്ളി പുറത്തിറങ്ങിയാൽ ഇനി ഒരു സ്ഥാപനം തുറപ്പിക്കരുത്. ശരിക്കും ഇതുപോലുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തണം, ചെയ്യുകയും ചെയ്യണം. ആൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴിനകത്ത് പരിപാടിക്കകത്ത് രീതി കിടന്ന് പുള്ളി ഭയങ്കര ചൂടാവില്ല. ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ചെത്തിപ്പൂക്കെ തലയിൽ വെച്ചിട്ട് ഒരുമാതിരി മെൻ്റൽ ഭ്രാന്തന്. ഒന്നാ തന്നെ റീലാണ് ഒരു സൈക്കോയെ പോലെയാണ്. എന്തോ ഒരു കള്ളത്തരമുണ്ട് ഈ പുള്ളിയുടെ. രണ്ടാമത്തെ എവിടെ പാളിപ്പോയെന്ന് പറഞ്ഞാൽ അർജുൻ്റെ കേസ് വന്നപ്പോഴാണ് പുള്ളിയുടെ പാളിപ്പോയത്. അത് കഴിഞ്ഞ് പുള്ളി റീൽസൊക്കെ ഇട്ട് വൈറലായി ഇങ്ങനെ നടക്കുകയാണ്. ഇനി ജയിലിൽ നിന്ന് റീൽസ് ചെയ്യാം. ദൈവത്തെ ഇനിയെങ്കിലും ഇത്ര അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കരുത്. ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് പിന്നെ പ്രശ്നങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ. ശരിക്കും വിശദമായിട്ട് അന്വേഷിച്ചിട്ട് പോവാം. അല്ലാതെ ഈ മാതിരിയുള്ള സന്ദർഭം ആദ്യം ഒഴിപ്പിക്കാണ്ട് മറ്റേത് ഒഴിപ്പിക്കാണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണവും മാനവും ഒക്കെ എല്ലാം അവർ എടുത്തുകൊണ്ട് പോകും. ഇത്ര ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ സന്തോഷ് മാധവന് ശേഷം ഒരുപാട് ആ കേസ് വന്നതിന് ശേഷം ഇവന്മാരൊക്കെ ഒതുങ്ങിയതാണ്. ഇപ്പോൾ ഇതുപോലെ എണ്ണം പൊങ്ങി തുടങ്ങി. അപ്പോൾ എല്ലാവരും വിശ്വാസമാണ് അത് എന്തിനു കാര്യത്തിൽ മുതലെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ ഈ ചില ആളുകളൊക്കെ ഇപ്പോഴും ഇതിൽ അന്ധമായിട്ട് വിശ്വസിച്ച് ബാധ അതൊക്കെ സിനിമയിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തെ ഈ തട്ടിപ്പുകളിലൊന്നും വീഴാതിരിക്കുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൾക്കാരെ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇതിനോടുള്ള റേപ്പ് അറ്റംപ്റ്റ്, അതുപോലെ തന്നെ മർദ്ദനം, അതൊക്കെ ചാർത്തി പുള്ളിനെ തീർച്ചയായിട്ടും അകത്തിടേണ്ട ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഇനി ആ കേസായിരിക്കും പോലീസുകാർ ചുമത്താൻ പോകുന്നത്. അത് ഇദ്ദേഹം റിമാൻഡിലുണ്ട്. ഇനി മറ്റേ വനിതാ കമ്മീഷനിൽ വരുമോ എന്നറിയില്ല. എന്തായിരുന്നാലും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.